ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് റൂറൽ വൈബ്സ് എന്നാണ്. റൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമീണമായ അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എന്നൊക്കെയുള്ളതാണ് വരുന്നത് മീനിങ്. അപ്പോൾ റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു വില്ലേജിൻ്റെ വൈബൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോർമലായിട്ട് യൂഷ്വലി ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു പിക്ചറിലും അത് കാണാൻ കഴിയുന്നുണ്ട്. വളരെ പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. അവിടെ നിലമുഴുന്നത് കാണാം, അതേപോലെ നെല്ല് കൊയ്യുന്നത് കാണാം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ. ഇത് പരമ്പരാഗതമായ രീതിയിൽ നാടൻ രീതിയിൽ കൃഷി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ. അതുപോലെ കിളികളെ കാണാം. ഒരു ഒരു പെർഫെക്റ്റ് വില്ലേജിൻ്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു യൂണിറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് താഴെയുള്ളൊരു കോട്ടുണ്ട്, അത് നോക്കാം. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം അല്ലേ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി. അപ്പം ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ, നമ്മളുടെ സംസ്കാരത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് എന്താണ്? ഈസ് അഗ്രികൾച്ചർ, കൃഷിയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വോട്ട് ആരുടേതാണ്? ഫേമസ് ആയ അമേരിക്കൻ ഫിലോസഫർ, അതായത് തത്വചിന്തകൻ, പിന്നെ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ ചരിത്രകാരൻ, അതുപോലെ റൈറ്റർ, ടീച്ചർ എന്നീ നിരകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വിൽ ഡുറൻ്റ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്കത്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് കാണുന്നത്? ഒരു വീടുണ്ട് അല്ലേ. പിന്നെ അതിന് ചുറ്റും കുറേ സ്ഥലമുണ്ട്. പക്ഷേ അവിടെ മരങ്ങളും ചെടികളും ഒക്കെ ഒരുപാടുണ്ടോ? ഇല്ല അല്ലേ. ഒരു തരിശു ഭൂമിയാണ് നമ്മൾ കാണുന്നത്, ഒരു ബാരൻ ലാൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ ചെയ്യാം? In this picture, I can see a house, a coconut tree and a barren land around the house. എന്താ പറയുന്നത്? In this picture, ഈ ഒരു പിക്ചറിൽ I can see, എനിക്ക് കാണാം. എന്തൊക്കെ? A house, ഒരു വീട്, a coconut tree, ഒരു തെങ്ങ് കാണാം, അതുപോലെ പിന്നെയോ and a barren land around the house, വീടിന് ചുറ്റും തരിശായിട്ടുള്ള ഭൂമിയും കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? വീടിനരികിലായിട്ട് കിടക്കുന്ന ആ ഒരു ബാരൻ ലാൻഡ്, തരിശു ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ ചെയ്യാം? യെസ്, ഐ ക്യാൻ സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്. വീടിനരികിലായിട്ടുള്ള ആ ഒരു തരിശു ഭൂമി എനിക്ക് കാണാം എന്നാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനരികിലായിട്ട് ഇതേപോലെയുള്ള പ്ലോട്ട്സ്, നിലം നിങ്ങൾ അല്ലെങ്കിൽ ഭൂമി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അത് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. യെസ് എന്ന് ആൻസർ ചെയ്യാം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ എന്ന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിലം, അതായത് ബാരൻ ലാൻഡ്, തരിശായിട്ട് കിടക്കുന്ന ഭൂമി നമുക്ക് യൂസ്ഫുൾ ആക്കാൻ കഴിയുക, അതായത് ഉപയോഗപ്രദമാക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൾട്ടിവേറ്റ് വെറൈറ്റി ഓഫ് ക്രോപ്സ്, വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുക, അതൊരു ഓപ്ഷനാണ് അല്ലേ. അപ്പം അത് മക്കൾക്ക് ഇഷ്ടമുള്ള ആൻസർ ചെയ്യുക കേട്ടോ. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. അപ്പോൾ കൃഷി ചെയ്യുക, ഈ ഒരു തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഒരു വെൽക്കം സ്റ്റെപ്പ്, ഒരു ആദ്യത്തെ പടി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എങ്ങനെയുള്ള വിളകളാണ്, ഏതൊക്കെ തരം വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. പലതരം കൃഷി ഉണ്ടാവും അല്ലേ. അത് മക്കൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെ എങ്ങനത്തെ ക്രോപ്സ്, വിളകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓരോ പ്രദേശത്തും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിളകളാണ് കൃഷി ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുക്കാം. എന്തൊക്കെയാണ്? പാടി എന്ന് പറഞ്ഞാൽ നെല്ല് അല്ലേ. പിന്നെ ബനാന, വാഴ, സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര കൃഷി ഉണ്ടല്ലോ. പിന്നെ ടപ്പിയോക്ക, നമ്മൾ മരച്ചീനി, കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ബാക്കി നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കൃഷിസ്ഥലമൊക്കെ ഒന്ന് സന്ദർശിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ.
അപ്പോൾ ഇത് യൂണിറ്റ് 5ൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന സ്റ്റോറി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കയറി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.